ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സ്മൃതി ദിനാചരണം ഭക്തിയുടെ നിറവിൽ നടന്നു. മന്ത്രി മോൻസ് ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സ്മരണ നിലനിർത്തുന്നതിനായി സർക്കാർ സഹായമുണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ ശങ്കര സ്മൃതിയുടെ സന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രണാമമർപ്പിക്കുകയും അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയെ ആദരവോടെ സ്മരിക്കുകയും ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയുടെ ഈ 15ാമത് ഓർമ്മ ദിനത്തിൽ, സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ ഗവൺമെന്റിന് വേണ്ടിയുള്ള ആദരവും ഇപ്രാവശ്യം മന്ത്രിസ്ഥാനത്തേക്ക് വരുവാൻ സാഹചര്യമുണ്ടായപ്പോൾ ഞാൻ ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിലും സംസ്ഥാന സർക്കാരിൻ്റെ പേരിലും അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഇവിടെ പ്രണാമം അർപ്പിക്കട്ടെ. മള്ളിയൂർ തിരുമേനി നമ്മുടെ നാടിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ആത്മീയമായ ചൈതന്യമാണ്. ഏത് പ്രതിസന്ധിയുടെ മുൻപിലും സുസ്മേരവദനായി ഭഗവത്ഗീതയിൽ ആശ്രയിച്ചുകൊണ്ട് സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, പ്രത്യേക പൂജകൾ, പ്രാർത്ഥനകൾ, നാമജപം, ശ്രീമദ് ഭാഗവത പാരായണം എന്നിവ നടന്നു. ഭാഗവതാചാര്യൻ പരമപദം പൂകിയ ദിനത്തിൽ ഭക്തന്റെ സമർപ്പണമായി 1008 നാളികേര മഹാഗണപതി ഹോമവും ഭഗവത് സന്നിധിയിൽ നടത്തി. 2500-ലധികം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഭാഗവത സന്ദേശം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഭക്തരിലേക്ക് എത്തിച്ച ആത്മീയ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശമായ ഭക്തിയും ഭാഗവത ധർമ്മവും പ്രചരിപ്പിക്കുകയാണ് സ്മൃതി ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും ദിവാകരൻ നമ്പൂതിരിയും പറഞ്ഞു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.